ഇതെന്തുവാടി മക്കളെ? ലാവേ? ലാവ കണക്കിരിക്കുന്നു. ഞാൻ മുട്ട വരെ ഞാൻ പറഞ്ഞുള്ളൂ. മുട്ട ലാവ. ഇത് കണ്ട മുട്ടയെന്ന് തോന്നുന്നു. മുട്ടയെന്ന് ഞാൻ വിചാരിച്ചു. സീക്കുട്ടി വിചാരിച്ചു ലാവയെന്ന്. ആക്ച്വലി ഇതെന്താണ് ചേട്ടാ? ചീസ്. വോൾക്കാനോ ചീസ് വോൾക്കാനോ. അതന്നെ കൊച്ചു പറഞ്ഞ് കറക്റ്റ് ആയില്ലേ? അപ്പൊ ഏകദേശം ലാവ വോൾക്കാനോ എല്ലാം ചെയ്യുന്നല്ലോ. ഇന്നലെ നമ്മള് ഹെയറിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിട്ട് ഞാനും ചേട്ടനും സന്ധ്യ ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു. സാമൻ സന്ധ്യ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മുടെ എന്റെ പേഴ്സണൽ അപ്പോൾ ചേച്ചിയുടെ പോയിട്ട് ഇറങ്ങാൻ നേരത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവർക്ക് വേണ്ടിയിട്ട് പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുണ്ടായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിൽ വന്നിട്ട് സിയെടുത്ത് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പിസ്സ കഴിച്ചായിരുന്നു. അപ്പൊ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സിക്കുട്ടിക്ക് അപ്പൊ പിസ്സ പക്ഷെ അപ്പോഴും തന്നെ ഓൾറെഡി 11 മണിയൊക്കെയായി. ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു വർക്കര. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇന്ന് വന്നിട്ട് കൊണ്ടുവരാം. അങ്ങനെ വന്ന് ഞങ്ങൾ വിചാരിച്ചു അവളത് മറക്കുമായിരിക്കുമെന്ന്. കറക്റ്റ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ചോദിക്കുന്നു പിസ്സ എവിടെ? അവിടെ നിന്ന് കൈയിട്ട് പിന്നെ തുടങ്ങി കഴിഞ്ഞു. എന്തായാലും കൊതി വരുന്നു. സോറി ഗൈസ്, ഞാൻ എടുത്തത് കുളമാക്കുന്നത് ചേട്ടന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അന്ന് സാൻഡ്വിച്ച് എടുത്തതുപോലെ നമ്മള് പിസ്സ എടുക്കുന്നത് ഒരു ആർട്ടാണ്. ചേട്ടന്റെ മുടി കിടക്കുന്നേ കണ്ണു വെക്കാതല്ലേ എന്ന് കോതാതെ എടുത്തിട്ട് പറയുന്ന കേട്ടില്ല. കണ്ണു വെക്കാതെ ചേട്ടാ ഇതിന്റെ പേരെന്തു ഏട്ടാ? അതാ പറഞ്ഞ വോൾക്കാനോ, ചീസ് വോൾക്കാനോ എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ ചുമ്മാ അങ്ങ് ഓർഡർ ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഈ സെയിം സാധനം തന്നെ ആയില്ലേ? ചുമ്മാ ഓർഡർ ചെയ്തല്ല, ഏകദേശം ഇത് തോന്നി. ഇന്നലെ എന്തായാലും ഒരു ഡൊമിനോസ് എന്നാണ് പിസ്സ വാങ്ങിച്ചിരുന്നത്. അതെ അതെ. അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ നോക്കി കണ്ടപ്പോ എനിക്ക് തോന്നി അത് തന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ? ഇന്നലെ കഴിച്ചില്ല. ചൂടുണ്ടോ? നല്ല ചൂട്. നമുക്ക് കർണാടകയിൽ പോയപ്പോ കഴിച്ചിട്ടുണ്ട് പിസ്സ. എടാ ശരി തന്നെ, കഴിഞ്ഞ മാസം പോയപ്പോ മോളില് പോയപ്പോ. പക്ഷേ ഞാൻ അധികം കഴിച്ചില്ല. ഞാൻ ചെറിയൊരു കുഞ്ഞു പീസ് കഴിച്ചോളൂ. ചേട്ടനാ മൊത്തം. ചേട്ടനും രാത്രി ഹോട്ടലിൽ 2 പീസ് ഇരുന്നത് ഇവിടെ കഴിച്ചു. അതുകൊണ്ട് നിനക്ക് അത്ര ഓർമ്മ. ആക്ച്വലി എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണെന്നേ. ചേട്ടൻ ഒരു തവണ മുക്കിയത് കണ്ടപ്പോഴാണ് അതിലങ്ങനെ മധ്യത്തിൽ കിണർ പോലെ കുഴിയുണ്ട്. അതാണ് വോൾക്കാനോ എന്ന് പറയുന്നത്. ചീസ് വോൾക്കാനോ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അവര് പിന്നെ മധ്യത്തിൽ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ ചീസ് ഇങ്ങനെ നിറച്ചേക്കോ. കഴിക്കുമ്പോ എന്തായാലും കഴിക്കുന്നത്. എന്നാ പിന്നെ അങ്ങേ അറ്റത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചീസ്. ഇനിയിപ്പോ ഇനി എത്ര ദിവസം പട്ടിണി കിടന്നാലാണ് ഇതൊന്ന് ഈ കാലറീസ് ഒന്ന് കുറയുന്നല്ലേ? വർക്ക്ഔട്ട് ചെയ്യണം അല്ല? അതെ അതെ. അതുകൊണ്ട് നമ്മള് വലിയ കുഴപ്പമില്ല, ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കാം. ഇനി വേറെ ഐറ്റം കൂടെ ഉണ്ട്, അതോടെ കാണിച്ചാൽ നമുക്ക് വീഡിയോ ഒന്ന് തീർക്കായിരുന്നു. ചിക്കൻ ഒക്കെ എടുത്ത് കളയുന്നു. എന്ത് വിഷമമുള്ളൊരു കാര്യമാണ്. അത് പയ്യൻ ഐസിനങ്ങ് വായിടാനല്ലേ ചുരുട്ടിയൊക്കെ എടുക്കുന്നത്, നമുക്കറിയാം. കുറച്ച് സാധനം മറ്റേ സ്പൈസി പോപ്പ്. അത് സ്പൈസി ആയിരിക്കും ചെയ്യാ കേട്ടോ. അതല്ലേ പോപ്കോൺ ചിക്കൻ. അത് തന്നെ 99 രൂപ ഐറ്റം. കൊള്ളാല്ലേ? കൊള്ളാം. പൈസയല്ലേ? കൊള്ളാല്ലേ? എമ്മയല്ലേ? പൈസല്ലേ? ജീവന്തോടെ ഒന്നും ഇണ്ടാത്ത. ഓക്കെ, അപ്പൊ ശരി എന്നാ. അപ്പൊ ശരി എന്നാ. താങ്ക് യു സോ മച്ച്. I love you all. Bye bye.